ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. ഓ, ശരിക്കും എല്ലാ മലയാളികളും ആ ഒരു പാട്ട് സാർ ഒരു കാര്യമുണ്ട്, സാർ പാടുമ്പോ തന്നെയല്ലേ അതിനൊരു ഗംഭീര്യമുണ്ട് ശരിക്കും. അതുകൊണ്ട് ആ കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാ സർ. ശരിക്കും സാറിന്റെ മനസ്സിൽ ഇത്രയും നല്ലതായിട്ട് ആ വാക്കുകൾ എഴുതാൻ സാറിന്റെ മനസ്സിനകത്ത് ആ വിപ്ലവം എന്തോരം ഉണ്ട്. എഴുത്തിലൂടെ നമുക്ക് ആ വിപ്ലവം കാണിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ചെറിയ പേനക്കത്തി പോലും ഞാൻ കൊടി പോലും പിടിക്കില്ല, കാരണം കൊടിയിൽ വടി ഉള്ളതുകൊണ്ട് ഞാൻ പിടിക്കാറില്ല. അങ്ങനെ കൊടിയിൽ വടിയുണ്ടല്ലോ, അത്ര സോഫ്റ്റ് മൈൻഡ് ആണ് സർ. അപ്പൊ ഈ പറഞ്ഞ മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഈ ആവേശവും. ഓ, ശരിക്കും ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താ അറിയോ, സാറിന്റെ ഒക്കെ അതേപോലെ ഒരു ഫീലിംഗ് ആണ് ആ ഒരു വാക്ക്. ഞാനിങ്ങനെ വാക്കുകൾ കൊണ്ട് അത് തെളിച്ചു തരുന്നല്ലേ ഉള്ളൂ. അല്ല, അപ്പൊ ശരിക്കും സാറിന്റെ ഉള്ളില് ഇപ്പൊ സാറല്ല കൊടിയിൽ വടിയുള്ളതുകൊണ്ട് പോലും ഞാൻ പിടിക്കാറില്ല, പക്ഷെ സാറിന്റെ ഉള്ളില് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞു പറയിപ്പിക്കണം എന്നും ചെയ്യിപ്പിക്കണം എന്നും ഒക്കെ പ്രചോദനം കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് സാർ എന്താണ് സാറിന്റെ ഉള്ളിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട്? ഇപ്പൊ കനൽ ഊതി ഉണർത്തുന്ന പോലെ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ കനലുണ്ടെങ്കിൽ ഞാൻ ഊതിയാൻ എന്ത് ചെയ്യും, അത് ഉണരും. നിങ്ങൾ വല്ല കർപ്പൂരത്തിരി പോലെയാണെങ്കിൽ അത് ഊതിയാൽ അണഞ്ഞും പോകും. അപ്പൊ നെഗറ്റീവായി ചില ഊതുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയാണെങ്കിലും അത് കനലിലാണെങ്കിൽ അത് ജ്വാലയാകും, ചെറിയ ജ്വാലയാണെങ്കിൽ അണഞ്ഞു പോകും. അപ്പോൾ രണ്ടിനും വേണ്ടിയാണത്, രണ്ടും എഴുത്തിന്റെ ജോലിയാണ്. സർ, ഇനി ഒരു ശരിക്കും ഇപ്പൊ എഴുത്തുകാരോടും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരോടും ഞാൻ പറഞ്ഞില്ലേ സാറോട് സംസാരിക്കാൻ പോലും എനിക്കൊരു റെസ്പെക്റ്റും ഭയവും അങ്ങനെ ഉണ്ട്, അത് മാറുന്നില്ല. പക്ഷെ അതെന്താണെന്നറിയോ സാർ, ആക്ച്വലി എന്റെ മനസ്സിനകത്ത് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഈ താടി മുടിയൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിപ്പോന്ന്, അങ്ങനെ വേണോ ബുജികൾക്ക് താടിയൊക്കെ എന്ന് പറയുന്നത്? ശരിക്കും എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഭയങ്കര ക്ലീൻ ഷേവാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, നീ ശരിക്കും ഈ അലസമായി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ താടി, അത് ഭംഗിക്ക് വേണ്ടി ഞാൻ വളർത്തതല്ല, അലസതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അച്ഛൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യമാണ്. രാവിലെ ക്ലീൻ ഷേവായിട്ട് നടക്കാന്നൊക്കെ പറഞ്ഞപ്പം ഒരാൾ ജീവിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടി മാത്രമായി പോകും അല്ലേ? ഒരാൾ രാവിലെ എഴുന്നേക്കുക, അപ്പോൾ ഷേവ് ചെയ്യണം, അങ്ങനെ പോകണം. അത് പട്ടാള ചിട്ടയിൽ അതൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ സാധാരണ ഞാൻ ചെയ്യാൻ പോയാൽ എല്ലാ ദിവസവും രാവിലെ അങ്ങനെ തന്നെ ചെയ്യാൻ പോയാൽ ജീവിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടിയാണ്. രാവിലെ എഴുന്നേക്കുന്നതിനെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഷേവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് താടി എന്താണ്, അലസതയുടെ ഒരു പ്രതീകമാണത്. അതെൻ്റെ അച്ഛൻ പറയുന്നത് ശരിയാണ്. അലസന്മാരുടെ ഒരു പരിപാടിയാണ്, ഉഴപ്പന്മാരുടെ ഒരു രീതിയായിട്ടാണ് അന്നൊരു തലമുറ കണ്ടിരുന്നത്. ഉഴപ്പം വരും. പിന്നെ ഇപ്പോൾ ഒരു തലമുറ കണ്ടിരുന്നത് ഭയങ്കര എന്താണ്, ഒരു എതിർപ്പിൻ്റെ. പിന്നെ വളരെ ഇതായിട്ട് മനസ്സിലാക്കേണ്ടത്, വലിയ ചിന്തകന്മാരും സന്യാസിമാരും ഒക്കെ ഈ താടിയൊക്കെ വളർത്തി ഒക്കെ നടക്കുന്നവരല്ലേ കാണുന്നത്. അപ്പോൾ അവരെന്താ വെച്ചാൽ അവർക്ക് ഇത്തരം പ്രവർത്തികൾ സ്വയം മിനുങ്ങുക, സ്വന്തം ശരീരത്തെ അങ്ങനെ ആളുടെ മുമ്പിൽ കാണിക്കുക എന്നതിനൊക്കെ അപ്പുറം അതിനപ്പുറം നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പം ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മുഖം മിനുക്കുന്നതിനേക്കാൾ ആലോചിക്കുന്നത് എൻ്റെ മനസ്സിനെ മിനുക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിന് പുതിയൊരു കാര്യം ചിന്തിക്കാം. സർ, ശരിക്കും നമ്മളെല്ലാവരും രാവിലെ എണീക്കുമ്പം ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണം, ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായിരിക്കണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും രാവിലത്തെ പ്രഭാതം തുടങ്ങുക. സർ, ശരിക്കും സാർ പറയുന്ന ഒരു അലസത എൻ്റെ മനസ്സിനെ എത്ര നന്നായി ഒരുക്കാമോ എന്ന ഉദ്ദേശമാണ് സാർ ദിവസം രാവിലെ എണീക്കുന്നത്. അപ്പൊ സാറിന്റെ മനസ്സിൽ ശരിക്കും എന്താണ് സാറിന്റെ ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? സാറിന്റെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ട് സാർ? അതാണ് സാർ കുറച്ച് മുന്നേ പറഞ്ഞ ഊതി കൊടുക്കലാണ്. അതെ, അത്രയുള്ള എഴുത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ പ്രചോദനം കൊടുക്കലുമാണ്, അവരെ വളർത്തുക, ഉണർത്തുക. എഴുത്തിന്റെ ജോലി അതാണ്. എപ്പോഴും ഒരാൾ കേൾക്കുന്ന ആളിനെ എന്താണ്, അവരെ ഒന്ന് തൊട്ടണം, അവർ ഒന്ന് ടച്ച് ചെയ്യണം, അവരുടെ ഹൃദയത്തിൽ പോയി ടച്ച് ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് വേണേൽ പാട്ടിലാക്കുക എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെ പാട്ടിലാക്കുകയാണ്. പാട്ടിലാക്കാൻ പാട്ടിനകത്ത് പാട്ടിലാക്കാൻ ചേർത്തത് വശത്തേക്കാക്കുക. അപ്പൊ പാട്ട് എന്ന വാക്ക് കൊണ്ട് തന്നെ വശത്താക്കാമെന്നുള്ളതാണ് മനസ്സിലാക്കുക. പാട്ടിൽ തന്നെ പോണ്ടി പാട്ടിലാക്കാനുള്ള വിദ്യ. സാറിനോട് വർത്താനം പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ പാട്ടിലുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. സാറിന് ശരിക്കും റോൾ മോഡൽ ആയത് അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഗുരുസ്ഥാനിയായിട്ട് നിർത്തുന്ന ഒരു എഴുത്തുകാരനാണ്. ഓരോ കാലഘട്ടത്തിൽ ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒറ്റ വായന എന്ന് പറയുമ്പോൾ നമുക്ക് മഹാഭാരതം പോലെ ഇങ്ങോട്ടുള്ള വായന ഉണ്ടെന്ന് നോക്കുക. മഹാഭാരതം എന്നല്ല, വേദിക്ക് വേദം പോലുള്ള കാര്യങ്ങൾ പോലും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെ എന്തെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അടയാളപ്പെടുത്തപ്പെട്ട ഇപ്പം എഴുത്തിൽ കവിതയിലാണ് എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എഴുത്തച്ഛനേക്കാൾ വലിയൊരു കവിയെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അപ്പം പക്ഷേ നർമ്മബോധവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ കുഞ്ഞൻ നമ്പ്യാർ നമുക്ക് കളയാൻ പറ്റാത്ത കവിയാണ്. അപ്പോൾ പിന്നെ ആ കാലഘട്ടത്തെ അങ്ങനെ പറയാം. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന കാലത്തെ ആശാൻ മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. ചങ്ങമ്പുഴ ആയാലും
പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചെയ്തുള്ള നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം പോകുന്ന കവികൾ പോലും നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സർ അപ്പൊ ഇന്ന ആളുടെ എന്നല്ല സർ എല്ലാവരുടെ പുസ്തകങ്ങളും എല്ലാം വായിക്കുക എനിക്കൊന്ന് എല്ലാം വായിക്കുമായിരുന്നു ഞാൻ. എനിക്ക് വായനയോട് ഒരു വലിയ തേസ്റ്റ്, ഒരു വലിയ ദാഹം പോലെ വായന ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസം ഒരു പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ട് ഉറങ്ങാറുണ്ടെന്ന് ഒരു കൂട്ടത്തിലാണ്. പക്ഷെ ഇപ്പോൾ വയ്യ. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് ഈ സിനിമയോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് യാത്രകളൊക്കെ കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. വായിച്ചാൽ എനിക്കൊരു കുഴപ്പം, വായിച്ച് തീർക്കണം. പുസ്തകം എടുത്താൽ പിന്നെ അത് പിന്നെ വായിച്ച് തീർക്കാതെ അത് വെക്കാറില്ല. ഭക്ഷണം പോലും ഞാൻ പിന്നെ കഴിക്കാറുള്ളൂ. അത് വായിക്കണം, അങ്ങനെയാണോ അതിൻ്റെ ഹരം. അതാ എന്നെ അങ്ങനെ വായിക്കാൻ പ്രേരിപ്പിച്ചില്ലേ പുസ്തകം ഞാൻ താഴെ വെക്കുകയും ചെയ്യും. നമ്മളെ പ്രേരിപ്പിക്കണം വേണം വായിക്കാൻ. ഇപ്പൊ സർ എല്ലാ കവിതകളും ഗദ്യ രൂപത്തിലൊക്കെ എഴുതുന്നത്, അത് കവിതയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതിനൊരു കാര്യമുണ്ടേ, കവിത എന്ന് പറയുന്നത് അതിൻ്റെ അത് പറയുന്ന രീതിയല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗദ്യം എന്ന് പറയുന്നത്. കവിത അതല്ല. പോയട്രി എന്ന് പറഞ്ഞാൽ പോയറ്റ്സ് സ്പീക്ക് ത്രൂ ഇമേജസ്, നോട്ട് വേർഡ്സ്. അവർ പറയുന്ന വാക്കായിരിക്കും, പക്ഷെ അത് ഇമേജസ് ആണ്. പോയറ്റ് എപ്പോഴും സംസാരിക്കുന്നത് ഭാഷ വാക്കല്ല, അതെന്താണ് ത്രൂ ഇമേജസ് ആണ്. അപ്പം ഇമേജസ് ആയിട്ട് വരുന്നത് ഗദ്യമായാലും പദ്യമായാലും അതല്ല കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈണത്തിൽ പറയണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ പറയാവുന്ന ലാംഗ്വേജിൽ പറയാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കവിത കൊണ്ട് ഒരു മഴ പെയ്തെങ്കിലും എന്നൊരു കവിതയുണ്ട്. ഞാനത് ഈണത്തിൽ പറയും. അല്ലാതെ ഈണം ഇല്ലാതെ അത് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയായി ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ. അതിങ്ങനെ ഞാൻ പാടും. ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകുമാ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ, ഒരു മഴ പെയ്തെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു മഴ പെയ്തെങ്കിൽ എന്ന് പറയുന്ന പോലും അത് മ്യൂസിക്കൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ അത് വേറൊരു അപ്ലൈഡ് ആർട്ടാണ്. പക്ഷെ എഴുത്തിൽ ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകും ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ. പണ്ട് ഒരു വേനലിൽ നീയാം സമുദ്രത്തിലെത്തുമ്പോൾ നിന്റെ മിഴിയിലെ ഇരുണ്ട വരൾച്ചയിലേക്ക് എൻ്റെ കണ്ണീല ജലജ്വാല പടരുമ്പോൾ. എന്താ കുഴപ്പം? ഗദ്യമല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പോയട്രി എന്ന് പറയുന്നത് എങ്ങനെ പറയുന്നത്? അങ്ങനെ നിയമം ആരും കവിക്ക് മേളിലാരും നിയമം വെക്കുന്നത്? ഇതുവരെ ആര് വന്നിട്ടും എനിക്ക് ആ ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ് പോലെ കിട്ടിയിട്ടില്ല. സർ ആനീസ് കിച്ചണിൽ ഒരു 4 വരി. ആനീസ് കിച്ചൺ, ഓക്കെ, തീർച്ചയായിട്ടും പറയാം. എന്തായാലും ആനിയുടെ അടുക്കള എന്നാണ് നമുക്ക് മലയാളം പറയുന്നത്. അടുക്കള എന്ന വാക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വാക്കാണ് നവോത്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാലത്ത് VT പട്ടത്തിൽ. അടുക്കളയല്ല, അതല്ല, ഇത് അങ്ങനെയല്ല പറയണ്ടേ. അടുക്കള തന്നെ അരങ്ങാകുന്ന പരിപാടിയായത്. എന്താണ്? അടുക്കള തന്നെയാണ് അരങ്ങ്. അതെ, ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ തന്നെയാണ് എന്ത് നമ്മുടെ അരങ്ങും, നമ്മുടെ രംഗം, നമ്മുടെ പ്രോഗ്രാമിന്റെ രംഗം, വേദിയും രംഗം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അടുക്കള തന്നെ അരങ്ങാകുന്ന പരിപാടിയാണ് ആനീസ് കിച്ചൺ. ഇതാണ് പറയാനുള്ള നല്ല വാക്ക്. അടുക്കള തന്നെ അരങ്ങായി തീരുകയാണ്. അതാണ്, അത് വലിയ കാര്യമല്ലേ. അരങ്ങ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. എന്താണ് അരങ്ങ് എന്ന് പറഞ്ഞാൽ കവി അരങ്ങെന്ന് കേട്ടിട്ടില്ലേ? കവികൾ ഇതെല്ലാം കൂടെ വന്നിരുന്നത് പാടുന്നതിന് അരങ്ങെന്ന് പറയില്ലേ? അപ്പൊ ഒരു വലിയ വിരുന്ന് കൊടുക്കുന്ന അരങ്ങാണ് എന്ന് വേണേൽ പറയുന്നത്. 2 വാക്കുകളായി എന്തൊക്കെ പറഞ്ഞു ഞാൻ. ഒന്നെന്താണ് അടുക്കള തന്നെ അരങ്ങാകുന്നു. ഓക്കെ, പിന്നെന്താ പറഞ്ഞ വിരുന്ന്. അതെ, വിരുന്ന് കൊടുക്കുന്ന അരങ്ങ്. സർ ഇപ്പൊ കവിതകൾ എഴുതുമ്പോൾ കവിതയിലാണ് കൂടുതൽ പ്രണയം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയും. സാറിന്റെ ലൈഫിലെ സർ പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത്? പ്രണയം ഉണ്ടായിരുന്നു? അത് തീർച്ചയായിട്ടും പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. വേണമെങ്കിൽ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി കല്യാണം കഴിച്ചാൽ ഒരു കല്യാണം ആവുള്ളൂ എന്നാണ് സത്യം. സംശയമൊന്നുമില്ല. അതെങ്ങനെയാ ചേച്ചിയെ കണ്ടുപിടിച്ചേ? തിരുവനന്തപുരത്താണ്. ഞാനിവിടെ ലോ കോളേജിലാണ് പഠിച്ചത്. ഞാൻ അഡ്വക്കേറ്റ് ആണ് ബൈ പ്രൊഫഷൻ. അത് ആർക്കും പൊതുവെ അറിയാവുന്ന കേസൊക്കെ കൊണ്ടു തരുമോ? അല്ലല്ല, തീർച്ചയായിട്ടും കേസ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് LLB. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് പ്രൊഫഷനായിട്ട് അത് എടുക്കുന്നുണ്ട്. ഞാൻ വക്കീൽ തന്നെയാണ്. പിന്നെ എപ്പോഴും ഞാൻ കോടതിയിലൊന്നും കയറുന്നില്ലെന്നുള്ളേ ഉള്ളൂ. സ്ഥിരമായി അത് അങ്ങനെ നിൽക്കണമല്ലോ. ഇപ്പൊ എന്റെ മലയാളി പ്രേക്ഷകർക്കല്ല ഇപ്പൊ അതൊരു പുതിയ അറിവ്. ഞാൻ അഡ്വക്കേറ്റാണ്. 10-16 കൊല്ലമായി എൻറോൾ ചെയ്തിട്ട്. അങ്ങനെ അതിനെക്കാട്ടിലും ഉപരി സാറിന്റെ വാക്കുകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കവിത കോടതി ചെന്ന് കവിത ചൊല്ലിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം സാർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ചേച്ചിനെ എപ്പോഴാണ് കണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ വെച്ചാണ് കണ്ടത്. ഞാൻ LLB പഠിക്കാൻ വന്ന സമയത്ത്. ചേച്ചി അഡ്വക്കേറ്റാ? അല്ലല്ല, അയാൾ ഇവിടെ സൈക്കോളജി പഠിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ട്. അപ്പൊ സാറിനെ കണ്ടപ്പോ ചേച്ചിക്ക് സൈക്കോളജി കാര്യം മനസ്സിലായി. അയാൾ അസുഖമുള്ള ഒരാളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്റെ സേവനം ആവശ്യമുള്ള ഒരു ആത്മാവാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ്. എന്തോ കാര്യമുണ്ടല്ലോ. മക്കൾ 2 പേര്. മോള് +2, ഇനി +2 ആണ്. മകൻ അരുൾ, അവന് ഇപ്പം 5ാം സ്റ്റാൻഡേർഡ്. സർ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാർ ഇപ്പം വിപ്ലവത്തിന്റെ ഒരു പാട്ട് എഴുതി, കുഞ്ഞുങ്ങൾക്കുള്ള പാട്ട് എഴുതി, പിന്നെ യൂത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് എഴുതി. ശരിക്കും യൂത്തിന് വേണ്ടിയിട്ട് സാർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് ഒന്നിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ യൂത്തിന് ഇങ്ങനത്തെ പാട്ടാണ് വേണ്ടതെന്നുള്ളത് സാറിന് എങ്ങനെ മനസ്സിലായി?
അത് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ പറയുന്ന സംസാര വാക്കുകൾ പോലും വളരെ വ്യത്യസ്തമായ വാക്കുകൾ, പുതിയ വാക്കുകളൊക്കെ, പുതിയ കുട്ടികൾ പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഡിക്ഷണറി, ഇവർക്ക് തന്നെ ഡിക്ഷണറി ഉണ്ട് ഇപ്പോൾ പുതിയ പിള്ളേർ. ശരിയാ. അപ്പോൾ അത് ഞാൻ അവരുടെ വാക്കുകൾ ഇങ്ങോട്ട് കടമെടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ നിന്ന്. ഓരോ കാലത്തും അങ്ങനെയുള്ള വാക്കുകളുണ്ടാവും. ശരിക്കും സാറിന്റെ ആ ഒരു പാട്ട് വേൾഡ് വൈഡ് ശരിക്കും ഫേമസ് ആയി. എനിക്കത് അത്ഭുതമുള്ള കാര്യം. എൻ്റെ പാട്ടിനോട് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു നോക്കണം. എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആളൊക്കെ അത് ഇഷ്ടപ്പെട്ടു, ലോകത്തെല്ലാമ്പാടും ഇഷ്ടപ്പെട്ടു. എനിക്കതൊരു സന്തോഷം എന്താ അറിയാം, ഇവിടെ വേറെ പല പാട്ടുകൾ, ഓപ്പൺ ഗണ്ണം സ്റ്റൈൽ എന്നൊക്കെ പാട്ടില്ല എല്ലാവരും പാടുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ചേട്ടാ ഈ ലോകത്ത് നമുക്കറിയില്ലാത്ത ഒരാൾ ഏതോ ഒരു രാജ്യത്തിരുന്ന് എഴുതിയ വരിയാണല്ലോ നമ്മളെ കുട്ടികൾ പാടുന്നത്. എൻ്റെ ഒരു വരി ഇങ്ങനെ കുട്ടികൾ പാടുന്ന ഒരു ദിവസം ഉണ്ടാകുമോ ദൈവം എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ആയി. കാരണം ഈ ജിമിക്കി കമൽ പല സ്ഥലത്തുള്ള ആൾക്കാരും വേൾഡ് വൈഡ് കുട്ടികൾ പാടുന്നുണ്ട്. അപ്പൊ നമുക്കത് സന്തോഷമുള്ള ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതെ, അതായത് ഫോറിൻ കുട്ടികൾ പോലും നമ്മുടെ ഈ വരികൾക്ക് ചുവടുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ശരിക്കും സാറിന് അഭിമാനമല്ലേ സാർ? തീർച്ചയായിട്ടും അത് അന്ന് ആഗ്രഹിച്ചത് ആഗ്രഹമായിരുന്നു. അത് ഇങ്ങനെ എല്ലാവരും മറ്റു രാജ്യക്കാർ, നമ്മുടെ നാട്ടിലുള്ളവരല്ലല്ലോ, എല്ലാം മറ്റു രാജ്യക്കാർ നമ്മുടെ പാട്ട് കേട്ടിട്ട് തുള്ളി കണ്ടാൽ എന്താണ് വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ തമിഴ്നാട് തൊട്ടടുത്ത നാട്ടുകാരാണ്, അവർക്ക് ഇപ്പൊ എന്നെ അറിയാം. കാരണം വെച്ചാൽ ഈ ജിമിക്കി കമൽ അതറിയാൻ ആൾക്കാരില്ല. ശരിക്കും ഈ പാട്ട് എഴുതുമ്പോഴത്തേക്ക് സാറിന്റെ മനസ്സിൽ തന്നെ ട്യൂൺ വരുന്നുണ്ടോ? അല്ലല്ല, അത് ശരിക്കും ട്യൂണിട്ട് എഴുതിയ പാട്ടാണല്ലോ. ഷാൻ റഹ്മാൻ ട്യൂൺ ഉണ്ടാക്കിയിരുന്നു, ഞങ്ങൾ അതിൽ ആ ട്യൂണിൽ എഴുതിയ പാട്ടാണ്. അത് സാറിനെ കൊണ്ട് പാടിപ്പിച്ച? അത് എന്നെ കൊണ്ടല്ല പാടിച്ചത്, പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ. അല്ല, അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാറിനെ ഞാൻ പാടിച്ചല്ല, ഞാനിപ്പോ പാടിയത്. ഞാൻ വേണം നാലും ഒരു പാടാതെ, കുഴപ്പമൊന്നുമില്ല. എന്റെ മെട ജിമിക്ക് കമ്മൽ എന്റെ അപ്പൻ കട്ടുകൊണ്ടുപോയി, എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ, ഇവിടൊരു ചാകരയും വേലകളി മൊത്തു വന്ന ചിലരുടെ തോർത്തു കീറിപ്പോയ കാര്യം ഓർത്തു പോകവേ. എന്തോ കണ്ടെന്ന് ഈ തോർത്ത് കീറി എന്നൊക്കെ പറഞ്ഞാൽ അവര് മറ്റു രാജ്യക്കാർ ചാടുന്നത് എനിക്കൊരു പിടിയില്ല. അത് തോർത്ത് തന്നെ ഉണ്ടോ അവർക്കെന്ന് എനിക്കറിയാമേ. എന്തായാലും തോർത്ത് കണ്ടില്ലാത്തവർ പോലും അത് തോർത്ത് പാടുന്നുണ്ട്. സത്യമല്ലേ, അന്യനാട്ടിലെ കുട്ടികൾ തോർത്ത് എന്തെന്ന് പോലും അറിയാൻ മേല. തോർത്ത് നമ്മുടെ നാട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ്. മറ്റേ ടവൽസ് ആണ്, മറ്റേ വടക്കേന്റെ പോലും തോർത്തില്ല, നമ്മുടെ ഈരേഴം തോർത്തില്ല, ഇവിടെ നമ്മൾ. അതെ, പക്ഷെ അതിൽ നമുക്കൊരു അഭിമാനമല്ലേ സാർ? നമ്മുടെ തോർത്തിന് പോലും ഒരു അഭിമാനമുണ്ട് സത്യം പറഞ്ഞാൽ. ഈ പാട്ട് കേട്ടിട്ട് തോർത്ത് പോലും അഭിമാനത്തോടെ പാട്ട് എഴുതിയത് പറയുന്നത്. അതാ സാർ, ഇനി എഴുതുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതാ സാർ കവിതയാണോ? ഇപ്പം ഞാൻ കവിത ഇപ്പോൾ എൻ്റെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, ഇപ്പം DC ബുക്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എൻ്റെ കവിതകളുടെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. പിന്നെ ചോര വീണ മണ്ണ് മുതൽ ജിമിക്കി കമൽ വരെ എന്നൊരു പുസ്തകം, എൻ്റെ 100-120 സിനിമയിലെ പാട്ടുകളെല്ലാം കൂടെ ഒരു കളക്ഷനായിട്ട് അത് ഇറങ്ങുന്നത്, പുസ്തകമായിട്ട് ഇറങ്ങുന്നുണ്ട്. അത് പുസ്തകങ്ങളുടെ ഒരു കാലം, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വായനക്കാരുടെ ഒരു ലോകമുണ്ട് ഇവിടെ. പിന്നെ വായിക്കാതില്ല, എല്ലാവരും വായിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് വായന, ഈ വായന എന്നുള്ള ലെവലിൽ മാറിയെന്നുള്ളേ ഉള്ളൂ. എന്നാലും വായനക്കാരുണ്ട്, ഇപ്പോഴും വലിയ ഒരു ആളുകൾ വായനക്കാരുണ്ട്. ഒരു സംശയം ചോദിക്കുക, ഇപ്പൊ നമ്മൾ സാർ ഒരുപാട് ബുക്കുകൾ വായിക്കുന്നുണ്ട്, ഒരുപാട് വാക്കുകൾ നമുക്ക് അതിൽ നിന്നും കിട്ടും. പക്ഷെ ഒരു കവിത ഉണ്ടാവുന്നത് ശരിക്കും സാർ എങ്ങനെയാണ്? അതായത് ആ ഒരു നമുക്കൊരു എന്താ പറയാ, ഒരു ജനനം, ഒരു കവിതയുടെ ജനനം ഉണ്ടാവുന്നത്. ഞാൻ ഈ ചോദ്യം ഇങ്ങനെ അത് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ അത് പശുവിന് ആട്ടുംപാൽ ഉണ്ടാകാത്ത പോലെയാണ് എന്ന് വേണേൽ പറയാം. എന്നുവെച്ചാൽ പശുവിന്റെ പാൽ ഉണ്ടാകുന്ന പോലെ വളരെ ജെനുവിനായ ഒരു കവിയിൽ നിന്ന് കവിത ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ഒരു പറങ്കമാവിൽ നിന്ന് പറങ്കമാങ്ങ ഉണ്ടാകുന്ന പോലെ, മുല്ലയിൽ നിന്ന് മുല്ലപ്പൂ ഉണ്ടാകുന്ന പോലെ വളരെ ജെനുവിനായി കവിയിൽ നിന്ന് കവിത ഉണ്ടാവുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകം ഒന്നും നമ്മളിപ്പോ ഏകാന്തമായി ഇരിക്കണം അങ്ങനെ വിചാരിക്കണം, അതൊന്നും ആവശ്യമില്ല. ഒന്നും വേണ്ട. അതൊക്കെ ആളുകൾ, അത് ഓരോരുത്തരുടെ തോന്നലും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഞാൻ ഏകാന്തമായിരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി. അങ്ങനെയാണ്. ഞാനൊരു ദിവസം ഏകാന്തമായിരിക്കാനായിട്ട് അടുത്ത് പോയിരുന്നു നോക്കി. അപ്പോൾ ഞാൻ ഉറുമ്പിനെ കണ്ടു. അപ്പോൾ ഞാൻ ഏകാന്തനല്ല, ഉറുമ്പുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി പാറ്റ പോകുന്നു, അപ്പോൾ പാറ്റുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകാന്തനാകുന്നത്, ഒരാൾ ആത്മീയമായി ഏകാന്തനാകുകയാണെങ്കിൽ അവൻ ആത്മീയ വലിയവനാകുക എന്നുള്ളതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ലോകത്ത് എന്ന് വിചാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ, ലോകം മുഴുവൻ ഞാനാണെന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ എത്തുന്ന ഒരാളാണ് ഏകാന്തൻ. ഏകാന്തം എന്ന് വെച്ചാൽ ശരിക്കും ഈശ്വരനാണ് ഏകാന്തൻ. ഏക ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും ഏകാന്തത ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെ ഒരു ചെറിയ ജീവിയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണും നമ്മൾ എവിടെയെങ്കിലും വരുന്നത്. അപ്പം ഏകാന്തത എന്ന് ആലോചിക്കുക വേണ്ട. ഏകാന്തതയല്ല, ഒരു പക്ഷേ പ്രചോദനം ഉണ്ടാക്കാൻ പക്ഷേ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വരാൻ പറ്റും. ഒരു കാക്ക ഒരു വഴി പറന്നുപോയി, അപ്പോൾ ഒരു പനമ്പഴം വീണു എന്നൊക്കെ പറഞ്ഞ പോലെ കാക്ക അറിഞ്ഞിട്ടുണ്ടാവില്ല പനമ്പഴം വീണത്. ഇതാണ് കവിതയുടെ ഒരു പ്രത്യേകത. കവിത ഉണ്ടാകുന്നത് എന്താണ്? ആദ്യത്തെ കവിത ഉണ്ടായത് ഒരു കവി നമ്മുടെ വാൽമീകിയാണല്ലോ. അദ്ദേഹത്തിന് അതിന് പ്രചോദനം ഉണ്ടായത് ക്രൗഞ്ച മിഥുനങ്ങളിലൊന്നിനെ അമ്പെയ്യുന്ന വേടനെ കണ്ടപ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അയാളെ ശപിച്ചുകൊണ്ട് അരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് കവിത ഉണ്ടായത് തന്നെ. അപ്പോൾ കാരുണ്യമാണ് കവിതയുടെ അടിസ്ഥാന ഘടകം. കാരുണ്യം, മനുഷ്യൻ്റെ ഏറ്റവും സൗന്ദര്യാത്മകത കാരുണ്യത്തിലാണ്. നമ്മുടെ കണ്ണ് നിറയുന്നത് എപ്പോഴാണ്? ഒരു ഏത് കലാരൂപം കണ്ടാലും നമുക്ക് കണ്ണ് നിറയണമെങ്കിൽ ചിരിച്ചിട്ട് കണ്ണ് നിറയത്തില്ല. കണ്ണ് നമ്മളെ നിറയ്ക്കുന്നത് ഒരാളുടെ ഒരു ദൈന്യതയോട് കാണിക്കുന്ന അനുകമ്പയിൽ നിന്നാണ് കണ്ണീരുണ്ടാവുന്നത്. ഒരു ഉദാഹരണം പറയാം. ആകാശദൂത് സിനിമയിൽ എപ്പോഴാണ് കണ്ണ് നിറഞ്ഞപ്പോഴായിരുന്നു? ആ കുട്ടി ആരും എടുക്കാതിരിക്കുകയും അവസാനം അവനെ ആരൊരാൾ വന്ന് എടുക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണ് നിറയും. ഇത് അതാണ് ഏറ്റവും, ഒരു പട്ടിണി കിടക്കുന്ന ആളിനെ കാണുമ്പോഴല്ല കണ്ണ് നിറയുന്നത്. ആ പട്ടിണിയെ മനസ്സിലാക്കി ഒരാൾ എന്ത് ചെയ്യുന്നു?
അതെ. അയാളെ സഹായിക്കുന്ന വാക്ക് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. സത്യം. ഒരാളെ തിരിച്ചറിയുന്നു. ഇപ്പം കഥ പറയുമ്പോൾ സിനിമയിലും മമ്മൂക്കയുടെ കഥാപാത്രം ശ്രീനിവാസനെ തിരിച്ചറിയുന്നു. അതെ. ആ തിരിച്ചറിയുന്നത് ഇപ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നു. അതെ. അപ്പോൾ എവിടെയാണ് കണ്ണ് നിറയുന്നതിൻ്റെ കാരണം? വിചാര വിമലീകരണം ഉണ്ടാകുമ്പോഴാണ് കണ്ണ് നിറയുന്നത്. നമ്മുടെ വിചാരങ്ങളെ വിമലീകരിക്കാൻ പറ്റുമ്പോഴാണ്. അതാണ് കല എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ്. സർ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടോ? എഴുതണം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തായിരിക്കും സർ ഇതേപോലെ അല്ല, അത് ഞാൻ കവിതയായിട്ട് ബന്ധപ്പെട്ടല്ല. സ്ക്രിപ്റ്റ് ഒരു ജീവിതമാണ്, കാണുന്ന ജീവിതമാണ്. അപ്പോൾ നമുക്ക് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം ഈ കവിത ഒരു മാധ്യമമാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലാതെ പറയാൻ ചില കാര്യങ്ങളുണ്ട്. കവിതയിലൂടെ മാത്രം പറയേണ്ടതല്ലാത്ത, അല്ല കവിതയിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറയാൻ നമുക്ക് വേറൊരു രീതിയിൽ ശരിക്കും സാറിന് എന്ത് മെസ്സേജാണ് നമ്മുടെ സൊസൈറ്റിക്ക് എത്തിക്കാൻ സാറിന് ആഗ്രഹം? നന്നാവണേ നന്നാവുക, അത്ര തന്നെ. വഴിയുണ്ട്. നിങ്ങളുടെ ഇഷ്ടം നന്നാവണേ നന്നാവുക. ഒരു വഴി ഇവിടെ ഉണ്ട്. നന്നാവാനുള്ള വഴിയെല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവം നമ്മളെങ്ങനെ എന്താണ് ഇന്നലെ കൂടി പോകൂ എല്ലാം തന്നിട്ടുണ്ട്. അത് നോക്കി നമ്മൾ നടത്തി പോകാന്നുള്ളത്. തെറ്റും ശരി മനസ്സിലാക്കി നല്ല വഴി പോകാന്നുള്ളതാണ്.